ഹലോ, ഇന്നൊരു എണ്ണ കാച്ചുന്ന വീഡിയോ ആയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു ഉരുളിയിലേക്ക് 150 ഗ്രാം വീതം ചെമ്പരത്തിപ്പൂവും കറിവേപ്പിലയും മൈലാഞ്ചിയുടെ ഇലയും തുളസി ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇനി 1 കിലോ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ 1 കിലോ വെളിച്ചെണ്ണയ്ക്കുള്ള എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അമ്മയാണ് ഇതൊക്കെ വെക്കുന്നതെങ്കിലും എണ്ണ കാച്ചുന്നത് പപ്പായാണ് കേട്ടോ. പപ്പായാണ് നമുക്ക് എല്ലാ മാസവും ഇങ്ങനെ എണ്ണ കാച്ചി തരാറ്. അപ്പോൾ ഇത് ഇനി നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ പാകം ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പറയുന്നത് പച്ച ഈർക്കിലില്ലേ, അത് നമ്മൾ ഈ എണ്ണയിൽ മുക്കിയിട്ട് നമ്മുടെ മെഴുകുതിരിയിൽ ഇങ്ങനെ ഒന്ന് കാണിക്കുമ്പോഴത്തേക്കിനും ഇത് പൊട്ടുന്ന ഒരൊച്ച കേൾക്കും. അങ്ങനെയാണെങ്കിൽ അത് പാകമായിട്ടില്ലെന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഒന്നിങ്ങനെ തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒന്നുകൂടി ഈർക്കിലിയിൽ മുക്കിയിട്ട് ഇങ്ങനെ തീയിൽ കാണിക്കുമ്പോഴത്തേക്കിനും അത് പൊട്ടുന്നൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എണ്ണ പാകമായെന്നാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇലയൊന്നും എടുത്തിട്ട് ഞെരട് നോക്കിയാൽ മതി. അപ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ എണ്ണ പാകമായെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. എന്നിട്ട് ഇത് നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്നിലും വെള്ളത്തിൻ്റെ അംശം കാണാനേ പാടില്ല കേട്ടോ. ഇനി ഇതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ മുടി കണ്ടിട്ടുള്ളവർ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടാവും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും, ഈ എണ്ണ തേച്ചിട്ടാണോ ഈ മുടി ഇങ്ങനെ തോളിൻ്റെ താഴത്തേക്ക് നീളാത്തതെന്നുള്ളത്. അങ്ങനെയല്ല കേട്ടോ. ഞാനൊരു 6 മാസം കൂടുമ്പോഴത്തേക്കിനും മുടി വെട്ടുന്ന ഒരാളാണ്. എൻ്റെ ചുരുണ്ട മുടി ആയതുകൊണ്ട് തന്നെ എനിക്കത് നീട്ടാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വെട്ടി കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ എണ്ണയുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്